ഇന്ത്യക്ക് പുറത്ത് കൈവച്ച പ്രൊജക്ടുകളിലെല്ലാം തന്നെ വലിയ നിയമ ലംഘനങ്ങളാണ് ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അദാനി ഗ്രൂപ്പ് നേരിടുന്നത്. അമേരിക്കയിലും കെനിയയിലും ശ്രീലങ്കയിലും അടക്കം അദാനി ഗ്രൂപ്പിനെ പൂട്ടാൻ അതത് സർക്കാരുകൾ തീരുമാനിച്ചതോടെ കമ്പനിക്ക് വലിയ തിരിച്ചടികളാണ് സമീപ ഭാവിയിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ വിഷയം ഗുരുതരമാണെന്ന് ഇരിക്കെ ഇന്ത്യയിലും അദാനി ഗ്രൂപ്പിന് ഇരിക്കപ്പുറത്ത് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അദാനി ഗ്രൂപ്പിന്റെ 3 പ്രൊജക്ടുകൾക്കെതിരെ കൂടി പരിസ്ഥിതി നിയമന ലംഘന ആരോപണം ഉയർന്നു വരികയാണ്. ഉത്തർപ്രദേശിലെ മിർസാപൂരിലുള്ള വൈദ്യുതി പദ്ധതിയും മുംബൈ നഗരത്തിലെ 2 ആഡംബര ഭവന സമുച്ചയമാണ് പരിസ്ഥിതി നിയമങ്ങൾ ലംഘിച്ചതായി ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. ഈ 2 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ അദാനിയുടെ രോമത്തിൽ സ്പർശിക്കാതെ കടന്നു പോകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്. കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ അദാനിക്ക് ലഭിച്ചപ്പോഴും പരിസ്ഥിതി പ്രശ്നങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും ഉയർന്നു വന്നിരുന്നു. ഗൗതം അദാനിയും മരുമകനും അമേരിക്കൻ കോടതിയിൽ $26.5 കോടി അഴിമതി ആരോപണ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കവെയാണ് രാജ്യത്തും നിലനിൽപ്പ് അപകടത്തിലാകുന്നത്. പരിസ്ഥിതി അനുമതിയില്ലാതെ ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ വൈദ്യുതി നിർമ്മാണ പ്ലാന്റ് ആരംഭിച്ചു എന്ന പരാതിയിലാണ് ഒരു കേസ് നിലനിൽക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ നൽകിയ കേസ് വെള്ളിയാഴ്ച ഗ്രീൻ ട്രിബ്യൂണൽ പരിഗണിച്ചിരുന്നു. $200 കോടി ഈ പദ്ധതി കാടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഇത് ആ പ്രദേശത്തെ നശിപ്പിക്കുകയും വന്യജീവികളെ ബാധിക്കുകയും ചെയ്യുമെന്നും കോടതിയിൽ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ പദ്ധതി വനഭൂമിയല്ല എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം. നവംബറിൽ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നോട്ടീസ് അയച്ചതിന് ശേഷം അദാനി കോർപ്പറേഷൻ ഇവിടത്തെ പണി നിർത്തിവെച്ചതായിട്ടും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ഓഫീസർ രതീഷ് കുമാർ തിവാരി അറിയിക്കുകയും ചെയ്തിരുന്നു. തീരദേശ നിർമ്മാണ നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിലാണ് മുംബൈയിലെ ബാന്ദ്രയിൽ അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ആഡംബര ഭവന സമുച്ചയ പദ്ധതിക്കെതിരെയുള്ള പരാതി. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ പ്രശ്നമാണ് ഈ കേസിലുള്ളത് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ 2019 നിയമം മാറിയെന്നും പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ നിന്നും ആ ഭൂമി ഒഴിവാക്കിയെന്നും കോടതിയും അദാനി ഗ്രൂപ്പും അറിയിച്ചു. മാർച്ച് 27 ഈ കേസിന്റെ അടുത്ത ഹിയറിംഗ് നടക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. മുംബൈയിലെ ധാരാവി പ്രദേശത്തിന്റെ പുനർവികസനമാണ് അദാനി ഗ്രൂപ്പിന്റെ മറ്റൊരു പദ്ധതി. $61.9 കോടി ബിസിനസ്സാണ് 2 വർഷം മുൻപ് അദാനി കൈവശപ്പെടുത്തിയത്. 10 ലക്ഷത്തിലധികം മനുഷ്യരെ പുനരധിവസിപ്പിക്കേണ്ട ഈ പദ്ധതിക്ക് വേണ്ടി 104 ഹെക്ടർ അഥവാ 256 ഏക്കർ ഉപ്പുപാട ഭൂമി സർക്കാർ അദാനി ഗ്രൂപ്പിന് കൈമാറിയിരുന്നു. അദാനിയുടെ ധാരാവി പ്രൊജക്ട് ചെയ്യുന്ന കമ്പനിയുടെ പേര് നവഭാരത് മെഗാ ഡെവലപ്പേഴ്സ് എന്നാണ്. ധാരാവിയിൽ നിന്നും ഒഴിപ്പിക്കുന്നവരെ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന താൽക്കാലിക വീടുകളിലേക്ക് മാറ്റുവാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായ ഉപ്പുപാടങ്ങൾ വെള്ളപ്പൊക്കം തടയുന്നതിനും നിർണായക പങ്ക് വഹിച്ച മുംബൈ നഗരത്തെ കാക്കുന്ന ഇടമാണ് എന്നാണ് ഇതിനെതിരെ കേസ് നൽകിയ പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. കഴിഞ്ഞ വർഷം പൊടുന്നനെ നിയമം മാറ്റി ഈ പ്രദേശത്തെ പരിസ്ഥിതി ലോല പ്രദേശത്ത് നിന്നും ഒഴിവാക്കിയത് അദാനിക്ക് വേണ്ടിയാണെന്നും പകൽ പോലെ വ്യക്തമാവുകയാണ്. അദാനിയെ സഹായിക്കാൻ വേണ്ടി മോദി സർക്കാർ നടത്തിയ മറ്റൊരു നിയമനിർമ്മാണം മാത്രമാണ് ഇത് എന്നാണ് പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുന്നത്.